അല്ലിക്കുട്ടന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട്. അല്ലിക്കുട്ടന്റെ രാവിലെ തന്നെ ചേച്ചിമാരെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടി കട്ടിലയിലോട്ട് കയറിയതാണ്. അപ്പോഴത്തേക്കിനെ കാത്തു ചേച്ചിക്ക് ഉമ്മയൊക്കെ കൊടുത്തപ്പം അവൾക്ക് ഉറക്കം പോയില്ലെന്നും പറഞ്ഞ് അവള് തലയണയൊക്കെ ആയിട്ട് അപ്പുറത്തേക്ക് പോയി. പാറു ചേച്ചിയുടെ ഉറക്കമൊക്കെ പോയത് കാരണം പാറു ചേച്ചി അവനെയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇന്ന് അച്ഛക്ക് ജോലിക്ക് പോകണം, അതുകൊണ്ട് അച്ഛൻ നേരത്തെ എഴുന്നേറ്റ്. എൻ്റെ ആണെ കാലൊന്ന് മടിഞ്ഞ്, അപ്പം കാലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാനും ഒരുങ്ങാൻ പോവാണ്. എന്നത്തെ യാത്രയാക്കാനായിട്ട് പുതിയ ആളൊക്കെ വന്ന് നിൽക്കുന്ന കണ്ടോ. ഇത്ര നാളും എൻ്റെ പെമ്മക്കളും എൻ്റെ അല്ലിക്കുട്ടനുമായിരുന്നു എന്നെ യാത്രയാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പത്തെ പുതിയ നമ്മുടെ പാർട്ടിയൊക്കെ വന്ന് നിപ്പുണ്ട് യാത്രയാക്കാനായിട്ട്. എന്നെ വിടാനായിട്ട് അവർക്ക് മനസ്സില്ലാതെ എൻ്റെ കാലെ ചുറ്റിപ്പറ്റി നിൽക്കുവാണ്. ഈ കാഴ്ച അത്ര സുഖിക്കുന്നില്ല നമ്മുടെ അല്ലിക്കുട്ടന്. അല്ലിക്കുട്ടന്റെ ദേഷ്യപ്പെട്ടൊക്കെയാണ് നിൽക്കുന്നത്. അല്ലിക്കുട്ടന്റെ അവളെ പേടിപ്പിക്കാൻ തുടങ്ങുവാണ്. അല്ലിക്കുട്ടൻ പറയുന്നത് എൻ്റെ അമ്മയാടാ, ഞാൻ യാത്രയാക്കിക്കോളാം, നീ കയറി പോരാനൊക്കെ ആയിരിക്കും പറയുന്നത്. എന്നാലും അല്ലിക്കുട്ടനും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവൾ എൻ്റെ കാൽച്ചോട്ടി വന്ന് നിൽക്കുന്നത്. പിന്നെ അല്ലിക്കുട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് അമ്മ ഇപ്പൊ വരാന്നൊക്കെ പറഞ്ഞതേ പോകാൻ തുടങ്ങുവാണ്. അല്ലിക്കുട്ടന് സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ. ഞാൻ പോകുന്ന അല്ലിക്കുട്ടന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അച്ഛൻ ബൈക്കും കൂടി എടുത്തു കഴിഞ്ഞപ്പോ ഇനി അവനെ കൊണ്ടുപോകാതെ പോകുമെന്നുള്ള അവന് ഉറപ്പായി. പൂച്ചപ്പെണ്ണ് പിന്നത്തെ അവിടെ ഇരുന്ന് കേട്ടോ. വണ്ടിയിലോട്ട് ഇങ്ങനെ ഒരു കാലിങ്ങനെ ബലം കൊടുത്ത് കയറാൻ കുറച്ച് പ്രയാസമുണ്ട്. എന്നാലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കയറി. എൻ്റെ അല്ലിക്കുട്ടനും പൂച്ചപ്പെണ്ണും കൂടെ എന്നെ നോക്കി നിൽക്കും കേട്ടോ. ഞാൻ പോകുന്നത് നോക്കി സങ്കടപ്പെട്ട് ഉണ്ടോ. എൻ്റെ അല്ലിക്കുട്ടൻ കരയുവാ എന്നുവെച്ച് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കിന്. പൊന്നിന് ഭയങ്കര സങ്കടമാണ് ഞാൻ പോകുന്നത്. ഞാനീ പോയിട്ട് വരുന്നവരെ അല്ലിക്കുട്ടനോട് സങ്കടപ്പെട്ടിരിക്കുവേ. അല്ലിക്കുട്ടനെ ആശ്വസിപ്പിക്കാനാന്ന് തോന്നുന്നത്. ഞാൻ പോയപ്പോഴത്തേക്കിന് പൂച്ചപ്പെണ്ണ് കയറി വരുന്നുണ്ട് കേട്ടോ. ആശ്വസിപ്പിക്കുവോ അതോ ഇനി വഴക്കുണ്ടാക്കുമോ ഒന്നും അറിയത്തില്ല. ചേച്ചി എന്നാലും അല്ലിക്കുട്ടനെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ബൈക്കിന്റെ ഒച്ച കേട്ടതേ അല്ലിക്കുട്ടന്റെ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് പോവുക കേട്ടോ. അല്ലിക്കുട്ടന്റെ ബൈക്കിന്റെ ഒച്ച കേട്ടതേ വിഷമിച്ചതേ വന്ന് നിൽക്കുക കേട്ടോ. അവന് ചേച്ചിമാരോട് പറയുക വാതിൽ തുറക്കാനൊക്കെ പറഞ്ഞുള്ള ഒരു വിഷമത്തിൽ നിൽക്കുവാണ്. അവനെ ചുമ്മാ ഇറക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് പിന്നത്തെ കാത്തു ചേച്ചി ലീഷൊക്കെ ഇട്ടത് ഇറക്കുവാണ്. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് 1-2 വട്ടമൊക്കെ ഇവളുമാരുടെ അടുത്തൊക്കെ ഇട്ടേച്ചൊക്കെ ഞാൻ അവിടെ എവിടെയൊക്കെ ആയിട്ടൊക്കെ പോയി. അപ്പൊ അല്ലിക്കുട്ടൻ ഇപ്പൊ അത്ര ഒരു സങ്കടം ഇല്ല. എന്നാലും അവന് വിഷമാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഞാൻ പോകുമ്പോഴത്തേക്കിന് സങ്കടപ്പെട്ട് നോക്കി നിൽക്കുവോ കരയുവോ ഒക്കെ ചെയ്യുക. ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വന്നത് ഇവരെന്തേ പിള്ളേരോട് പറയുക കേട്ടോ. അല്ലിക്കുട്ടൻ എൻ്റെ പുറകെ തന്നെ നടക്കുന്ന കണ്ടോ. പാവം ഞാനാണെങ്കിൽ കാലിന്റെ വേദനയും പിന്നെ എനിക്ക് ഒത്തിരി കുനിയാനും വയ്യ കാലുവേദന കാരണം. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ നോക്കി എടുത്തൊന്നും ഇല്ല കേട്ടോ. പാവം ഇനിത്തെ അവർ അച്ഛയുടെ പുറകിലോട്ട് പോയി കേട്ടോ. അച്ഛ അവിടെ ഏതാണ്ട് സാധനമൊക്കെ കടയിൽ നിന്ന് മേടിച്ചൊക്കെ എടുക്കുമായിരുന്നു. അന്നേരം അച്ഛയുടെ അടുത്തേക്ക് അല്ലിക്കുട്ടൻ പോയത്. ഇനിത്തെ അച്ഛയുടെ പുറകെ കയറി പോരുവാ കേട്ടോ. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മിക്കുക്കുട്ടൻ വരുന്നുണ്ട് കേട്ടോ. ഗേറ്റ് തുറന്നു കിടന്നാലും ആ ചെറിയൊരു സ്ഥലം അവിടെ വിടവ് കിടപ്പുണ്ട്. അതിലും വഴിയാ കേട്ടോ അവൻ ഞൊടഞ്ഞു കയറുന്നത്. ഇന്ന് നമ്മുടെ മിക്കു എന്നാ വന്നതെന്ന് വെച്ചെന്നാല് അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച്, അശ്വതി ചേച്ചി അവനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അതൊക്കെ എന്നെയും കാത്തു ചേച്ചീനെയും പാറു ചേച്ചീനെയും ഒക്കെ കാണിക്കാനായിട്ട് വന്നതാകട്ടോ. പിന്നെ അശ്വതി ചേച്ചി ഭയങ്കര സന്തോഷത്തിലാണ് വന്നിരിക്കുന്നത്. അമ്മായി അവൻ അത് പഠിച്ച് ഇത് പഠിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ച്. കണ്ടോ അശ്വതി ചേച്ചിയുടെ പഠിപ്പീര്. സിറ്റ് പറയുമ്പോഴേ കൈ തരും. അതാണ് ഞങ്ങളുടെ മിക്കു. അശ്വതി ഇവനെ കൂടെ പഠിപ്പിച്ചു. അശ്വതി കൈ കൊടുത്തു തന്നെ കണ്ടോ. ഇതൊക്കെ കാണിക്കാനായിട്ടാണ് മിക്കുകൂട്ടൻ ഇങ്ങോട്ട് വന്നത്. അവന്റെ മിടുക്കനായിട്ട് സിറ്റ് പറയുമ്പോഴത്തേക്കിന് ഇരിക്കുകയും ചെയ്യും. കൂടെ തന്നെ കൈയും തരും. മിടുക്കൻ ചെറുക്കനാണ്. നമ്മുടെ അല്ലിക്കുട്ടനാണ് ഇതൊന്നും അറിയത്തില്ല. അവനെ ഞങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെ ഡിഗ്രി ഒക്കെ കൊടുത്ത് പഠിപ്പിക്കുമായിരുന്നു കേട്ടോ. ഇരിക്കാനും ക്ഷയിക്കാനും തടാന്നൊക്കെ പറഞ്ഞൊക്കെ പഠിപ്പിക്കും. പക്ഷെ പെഡിഗ്രി തീർന്നതല്ലാതെ അല്ലിക്കുട്ടനൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. മിക്കു ആണെങ്കിൽ മിടുക്കനായിട്ട് അതെല്ലാം അശ്വതി ചേച്ചി പഠിപ്പിച്ചിരുന്നു. അശ്വതി പറഞ്ഞ് അമ്മായി ചെയ്യാതെ കൊടുക്കരുത്, അമ്മായി വേഗം വേഗം കൊടുത്തിട്ടാ അവൻ ചെയ്യാത്തത് എന്ന് പറഞ്ഞത്. പിന്നത്തെ മിക്കുവിന്റെ ഷെയ്ക്കാൻ്റെ ഒക്കെ കാണാൻ വേണ്ടിത്തെ വന്ന് നിൽക്കുന്നതുണ്ട് നമ്മുടെ പൂച്ചപ്പെണ്ണ്. പിന്നത്തെ അശ്വതി എന്നോട് പറഞ്ഞു തരുക കേട്ടോ അശ്വതി എങ്ങനെയാ പഠിപ്പിച്ചതെന്ന്. ഞാൻ രാത്രി എത്ര ശ്രമിച്ചിട്ട് കൈ തരത്തില്ല.
അവസാനം കിട്ടി. ഇന്നലെ രാത്രിയായപ്പോ കുറെ ശ്രമിച്ചിട്ടും കൈ തരുന്നില്ല. അപ്പൊ ഞാൻ ഏതറിയോ, ഈ പാത്രം പെഡിഗ്രിയും തട്ടിന് മേളിൽ വെച്ചിട്ട് ഇവനോട് കൈ എന്റെ കയ്യെ വെച്ചു. എന്നിട്ട് ഇത് കൈ വെച്ചില്ലെങ്കിൽ കൊടുത്തുമില്ല. അതിനിടയ്ക്കത് വെല്ലിച്ചത് മിക്കുവിനെ പേടിപ്പിക്കുക കേട്ടോ. അച്ഛന്റെ വീശാമ്പാളയം കൊണ്ട് അച്ഛൻ മിക്കുവിനെ വീശിയത് അവന് ഇഷ്ടപ്പെട്ടില്ല. അവനത്തെ കിടന്ന് കരയുമായിരുന്നു. പിന്നെ അതോടുകൂടി ഞങ്ങൾ വീഡിയോ എടുപ്പ് നിർത്തി കേട്ടോ. ഇനി അവൻ പേടിച്ച കാരണം ഇനി പിന്നെ എടുക്കാന്ന് വിചാരിച്ച്. പിന്നത്തെ മിക്കു പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനി മിക്കുവിനെ പോയി നോക്കി നിൽക്കുക കേട്ടോ. ജല്ലിക്കട പോയി നോക്കുവാ മിക്കു അവിടെ എങ്ങാനും ഉണ്ടോന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഈ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാമേ.